PV അൻവർ UDFന്റെ ഭാഗമായിരിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. എങ്ങനെയാണ് UDFന്റെ ഭാഗമാകുന്നതെന്ന് അടുത്ത ദിവസം തന്നെ അറിയിക്കും. അൻവർ UDFുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും VD സതീശൻ വ്യക്തമാക്കി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ്. 24 മണിക്കൂറിനകം UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിച്ചത്. സാധാരണ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായാൽ 24 മണിക്കൂറിനകം പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാറുണ്ടെന്നും ഇക്കുറിയും അതിന് യാതൊരു വിധത്തിലുള്ള കാലതാമസവും ഉണ്ടാകില്ല എന്നുമാണ് സതീശൻ പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഞായറാഴ്ച ആയതിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നാണ് സതീശൻ ചൂണ്ടിക്കാണിക്കുന്നത്. സാധാരണ ഞായറാഴ്ചകളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം പ്രതീക്ഷിക്കാറില്ല എന്നും VD സതീശൻ പറയുന്നുണ്ട്. എല്ലാ നേതാക്കളുമായും ബന്ധപ്പെടണമെന്നും അതിന് കൃത്യമായ നടപടിക്രമങ്ങൾ ഉണ്ടെന്നുമാണ് VD സതീശൻ പറയുന്നത്. താനും KPCC പ്രസിഡന്റും നേതാക്കളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അതിലൊരു ധാരണയായി കഴിഞ്ഞാൽ പാർട്ടി കേന്ദ്ര നേതൃത്വത്തെ തങ്ങളുടെ ശുപാർശ അറിയിക്കുമെന്നാണ് VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് പ്രസിഡന്റാണ് ഇതിൽ തീരുമാനം എടുക്കേണ്ടതെന്നും സതീശൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. കൂടാതെ തിരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് 10 മാസം മുൻപ് നടക്കുന്ന തിരഞ്ഞെടുപ്പാണ്. UDF ഉജ്ജ്വല വിജയം നേടും. കഴിഞ്ഞ തവണ UDFന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട സീറ്റാണ് നിലമ്പൂർ എന്നത് ബോധ്യമുണ്ട്. വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇത്തവണ ആ സീറ്റ് തിരിച്ചു പിടിക്കുമെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം തിരഞ്ഞെടുപ്പിന് UDF സുസജ്ജമാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും വ്യക്തമാക്കി. UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെയും VS ജോയിയെയും മാത്രമല്ല പരിഗണിക്കുന്നതെന്നും KPCC അധ്യക്ഷൻ പറഞ്ഞു. UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എത്രയും പെട്ടെന്നുണ്ടാകും. സ്ഥാനാർത്ഥി ആരെന്നതിൽ അന്തിമ ധാരണ ആയിട്ടില്ല എന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അതേസമയം ഇന്ന് രാവിലെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലമ്പൂർ ഉൾപ്പെടെയുള്ള രാജ്യത്തെ 5 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചത്. ജൂൺ 19-ന് വോട്ടെടുപ്പ് നടത്തുമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. വോട്ടെണ്ണൽ ജൂൺ 23-ന് നടക്കും. ഉപതിരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ തന്നെ ഉണ്ടാകും. ഇടത് സ്വതന്ത്രനായിരുന്ന PV അൻവർ MLA സ്ഥാനം രാജിവെച്ചതോടെയാണ് നിലമ്പൂരിൽ ഉപതിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചും ആഭ്യന്തര വകുപ്പിനെ വിമർശിച്ചും ഇറങ്ങിയ PV അൻവർ പിന്നീട് UDFുമായി സഹകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ എത്രയും പെട്ടെന്ന് നിശ്ചയിച്ച് മുൻതൂക്കം നേടാൻ UDF ശ്രമം തുടങ്ങിയിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെയും VS ജോയിയെയും മാത്രമല്ല പരിഗണിക്കുന്നതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞിരുന്നു. നിലവിൽ സ്ഥാനാർത്ഥി ആരെന്നതിൽ അന്തിമ ധാരണയായിട്ടില്ല. UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എത്രയും പെട്ടെന്നുണ്ടാകും. PV അൻവറിന് നിലമ്പൂരിൽ പ്രധാന റോൾ ഉണ്ടാകും. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നേരത്തെ ആക്കാമായിരുന്നു എന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ 2 സൂക്ഷ്മ പരിശോധന 3-ന് നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂൺ 5 വോട്ടെണ്ണൽ തീയതി ജൂൺ 23-ന് നടക്കും. മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ഒരുക്കത്തിലാണ് UDF. 2016-ലാണ് നിലമ്പൂർ മണ്ഡലം UDFന് നഷ്ടമായത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും പിന്നാലെ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പും കണക്കിലെടുത്താണ് അൻവറിനെ UDFുമായി സഹകരിപ്പിക്കണമെന്ന കാര്യത്തിൽ ഘടകകക്ഷികൾ ഒന്നിച്ചത്. അതേസമയം CPIM നിലമ്പൂരിൽ ആരെയാണ് കളത്തിലിറക്കുക എന്നത് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. പിണറായിസത്തെ അവസാനിപ്പിക്കാനാണ് താൻ എല്ലാം ത്യജിച്ചതെന്നും പിണറായിസത്തിനും കുടുംബാധിപത്യത്തിനുമെതിരെ ശബ്ദമുയർത്തുന്നവർക്ക് ഒപ്പമുണ്ടാകുമെന്നും പിണറായി ഭരണത്തിന്റെ യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള അവസരമായാണ് നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പിനെ കാണുന്നതെന്നും PV അൻവർ പറഞ്ഞു. പൂർണ്ണ ആത്മവിശ്വാസമുണ്ടെന്നും ആര് മത്സരിച്ചാലും UDF ജയിക്കും. വലിയ ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ UDF വിജയിക്കുമെന്നും PV അൻവർ പറഞ്ഞു. UDFന്റെ ഭാഗമായി പ്രവർത്തിക്കുമെന്നും അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ആരാകണം UDF സ്ഥാനാർത്ഥി എന്ന് താൻ പറയില്ല എന്ന് PV അൻവർ പ്രതികരിച്ചിട്ടുണ്ട്. 2026-ലെ തിരഞ്ഞെടുപ്പ് എങ്ങനെ ആകുമെന്നതിന്റെ ഒരു ഡെമോ ആയിരിക്കും നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ്. സ്ഥാനാർത്ഥി ആരെന്ന് UDF പ്രഖ്യാപിക്കും. അതിന് അവകാശം അവർക്കാണെന്നും സങ്കീർണമായ ഒരു വിഷയം കൂടുതൽ സങ്കീർണമാക്കുന്നില്ല എന്നും അൻവർ വ്യക്തമാക്കി.